യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സോ യേശുവിന്റെ എല്ലാ പ്രവർത്തനവും when it starts there is always a timing and I have a good news. ഒരു പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തു. അന്ന് യേശു ഭൂമിയിൽ വന്നപ്പോൾ ആ കാനാവിലെ കല്യാണത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂ സീസൺ. അതുവരെ അത്ഭുതങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് ആ സമയത്ത് യേശു വന്ന് ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ്. അപ്പോഴാണ് യേശു പറയുന്നത് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. സോ എവറി ടൈം ദർ ഇസ് എ സീസൺ, ദർ ഇസ് എ ടൈമിങ്. സോ ഓൾ സീസൺസ് ഹാവ് എ ടൈമിങ്. ആൻഡ് ദൈവരാജ്യത്തിൽ ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതം ഇറ്റ് വാസ് ഓൾസോ ദ സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂ സീസൺ. ബിക്കോസ് കുറേ കാലങ്ങൾ അത്ഭുതങ്ങളില്ലാതെ ദൈവശബ്ദം കേൾക്കാതെ നിൽക്കുന്ന ഒരു സമയത്താണ് യോഹന്നാൻ സ്നാപകൻ ദൈവശബ്ദമായി വരുന്നത്. അതിനെ തുടർന്നാണ് യേശുവിൻ്റെ ശുശ്രൂഷ വരുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതം. സോ ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്, ഇറ്റ് വാസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എ ന്യൂ സീസൺ, ഫോർ എ ന്യൂ ഡിസ്പെൻസേഷൻ. അന്നത്തെ കാലത്ത് അതേ കാനാവിലെ കല്യാണം തന്നെ, ആ അത്ഭുതത്തെ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പുതിയ സീസൺ എങ്ങനെ ഫങ്ഷൻ ചെയ്യും, എന്താണ് അതിനകത്ത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുമായി അല്പസമയം സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഈ അവിടെ ഒരു പുതിയ വീഞ്ഞ് അവിടെ ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അവിടുത്തെ പഴയ വീഞ്ഞ് കഴിഞ്ഞു. ആ കാനാവിലെ വീട്ടിലെ പഴയ വീഞ്ഞ് കഴിഞ്ഞുപോയി. ഒരു പുതിയ വീഞ്ഞ് ആ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെയായിരുന്നു അതൊരു അത്ഭുതമായി തീർന്നത്. അതുപോലെ തന്നെ ഈ പുതിയ സീസൺ, ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ വീഞ്ഞ് പകരപ്പെടുന്ന ഒരു സീസൺ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ സീസൺ വെൻ ദ ഓൾഡ് വൈൻ ഇസ് എക്സോസ്റ്റഡ് ആൻഡ് എ പൊസിഷൻ ഫോർ എ ന്യൂ. അപ്പം എപ്പോഴാണ് പുതിയ വീഞ്ഞിന് എപ്പോഴാണ് പ്രസക്തി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, പുതിയ വീഞ്ഞിൻ്റെ സമയം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, പഴയ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ, പഴയ വീഞ്ഞിൻ്റെ പ്രസക്തി തീർന്നു പോകുമ്പോഴാണ് പുതിയ വീഞ്ഞ് വരുന്നത്. പഴയ അഭിഷേകം പയ്യെ നിൽക്കുമ്പോഴാണ് പുതിയൊരു അഭിഷേകം ഇറങ്ങി വരുന്നത്. പഴയ ചില ദൈവപ്രവർത്തികൾ പയ്യെ നിൽക്കുമ്പോഴാണ് പുതിയ ചില ദൈവപ്രവർത്തികൾ തുടങ്ങുന്നത്. പഴയ ചില വാതിലുകൾ അടയുമ്പോഴാണ് പുതിയ ചില വാതിലുകൾ ദൈവമക്കൾക്ക് വേണ്ടി തുറക്കുന്നത്. പഴയ ചില കാര്യങ്ങൾ പുറകോട്ട് പോകുമ്പോഴാണ് പുതിയ ചിലത് ദൈവരാജ്യത്തിൽ മുന്നോട്ട് വരുന്നത്. സോ ആത്മീകന് മാത്രമേ അതിനെ വിവേചിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പുതിയ വീഞ്ഞിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 15ഉം 17ഉം വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. 17. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. അപ്പൊ പുതിയ വീഞ്ഞിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ തുരുത്തി മാറ്റിയാൽ മാത്രമേ പുതിയ വീഞ്ഞിനെ എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണ് പഴയ തുരുത്തി, എന്താണ് പുതിയ തുരുത്തി? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:10 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പം പുതിയ തുരുത്തി എന്ന് വെച്ചാൽ പുതിയ ഒരു മനുഷ്യനെ ധരിക്കുന്നതാണ് പുതിയ തുരുത്തി. ഈ മനുഷ്യൻ ആരുടെ രൂപത്തിലായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിനെ പോലെ തന്നെ ഉള്ള രൂപത്തിലിരിക്കുന്ന, യേശുവിൻ്റെ സ്വഭാവമുള്ള, യേശുവിൻ്റെ മനസ്ഥിതിയുള്ള, യേശുവിൻ്റെ വിശാലതയുള്ള, യേശുവിനെ പോലെ ചിന്തിക്കുന്ന, യേശുവിനെ പോലെ സംസാരിക്കുന്ന, യേശുവിനെ പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്നതാണ് പുതിയ തുരുത്തി.
ആ പുതിയ തുരുത്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് പുതിയ വീഞ്ഞിനെ പകരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പുതിയ തുരുത്തി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഇൻ അവർ ഔട്ട്ലുക്ക്, ഇറ്റ്സ് എ ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് ദ ചേഞ്ച് വി ലുക്ക് അറ്റ് തിങ്സ്. നമ്മൾ മുന്നേ കണ്ട കാഴ്ചപ്പാടിനും പുതിയ കാഴ്ചപ്പാട് വരാത്തിടത്തോളം കാലം വി വിൽ നോട്ട് ബി ഏബിൾ ടു എൻജോയ് ദ ന്യൂ വൈൻ. പുതിയ വീൻ ഒരിക്കലും നമ്മുടെ തുരുത്തിയിൽ പകരപ്പെടത്തില്ല. എന്താണ് പുതിയ കാഴ്ചപ്പാട്? യേശു ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു, അതാ പുതിയ മനുഷ്യൻ. യേശു ഒരു കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, യേശു ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു, യേശുവിൻ്റെ വിശാലത, ചിന്താഗതിയിൽ യേശുവിൻ്റെ വിശാലത, കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ വിശാലത, പ്രവൃത്തിയിൽ യേശുവിൻ്റെ വിശാലത, സ്വഭാവത്തിൽ യേശുവിനെ പോലെയുള്ള സ്വഭാവം, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പുതിയ തുരുത്തി. അവത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ട്രാൻസ്ഫോം, അതാണ് അവിടെ പുതുക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ഓരോ ദിവസവും പുതുക്കി, ഓരോ ദിവസവും മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തി ആ പുതിയ മനുഷ്യനെ ധരിക്കുന്ന ആള്, ആ വ്യക്തിയാണ് പുതിയ തുരുത്തി. ആ തുരുത്തിക്കകത്ത് പുതിയ വീഞ്ഞ് ഇറ്റ് വിൽ കം ആൻഡ് സ്റ്റേ ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബ്രേക്ക് ദ വെസൽ. ആ തുരുത്തി അതൊരിക്കലും പൊട്ടിക്കത്തില്ല എന്ന് മാത്രമല്ല, ആ വീഞ്ഞ് അതിനകത്ത് തങ്ങിയിരിക്കുകയും ആ വീഞ്ഞ് അതിനൊരു അനുഗ്രഹമാകുകയും ചെയ്യും. ഓക്കെ, ലെറ്റ് മീ ഗോ ക്വിക്ക്ലി. ഈ കാനാവിലെ വീട്ടിലെ കല്യാണത്തിൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ സാധാരണ ഈ കാനാവിലെ കല്യാണത്തിലെ അത്ഭുതത്തിൽ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന പലരും ശുശ്രൂഷിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. പലരും കാനാവിലെ കല്യാണത്തിൻ്റെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കാനാവിലെ കല്യാണ വീട്ടിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഒരു പ്രാർത്ഥനയിലെങ്കിലും അത് വരും. സോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും I want to project something which the Holy Spirit wants you to look at. അതേ കാര്യത്തെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അവിടെ 4 പ്രധാനപ്പെട്ട, അതൊരു അത്ഭുതമായിരുന്നു. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു, ഒരു പുതിയ വീഞ്ഞുണ്ടായി വന്നു. പക്ഷെ ആ അത്ഭുതത്തിൽ 4 കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 4 കൂട്ടരെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗിച്ചും കാണും, കേട്ടും കാണും. അതിനകത്ത് 4 കൂട്ടരിൽ ആ 4 കൂട്ടരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. 1 ശുശ്രൂഷകർ, 2 ആ കല്യാണത്തിലെ വീട്ടുകാർ, കല്യാണം നടന്ന വീട്ടുകാർ, 3 ഗവർണർ, ആ ഫീസ്റ്റിൻ്റെ ഗവർണറും ഉണ്ട് അവിടെ, ആ കല്യാണത്തിന് വന്ന് ആ ബാൻക്വറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുമുണ്ട്. 4 ശിഷ്യന്മാർ, യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ ചെന്നായിരുന്നു. സോ ഈ അത്ഭുതത്തിൽ ഈ 4 കൂട്ടർക്കും ഓരോ റോൾ ഉണ്ടായിരുന്നു ആ അത്ഭുതം നടന്നതിനകത്ത്. 1 ശുശ്രൂഷകരുടെ കൈക്കീഴിലാണ് ഈ അത്ഭുതം നടന്നത്. അവരുടെ കരങ്ങളിൽ കൂടെയാണ് ഈ അത്ഭുതം നടന്നത്. യേശു പറഞ്ഞു വെള്ളം കോരി ഒഴിക്കാനായിട്ട് പറഞ്ഞു. ആ വെള്ളം കോരി ഒഴിച്ചപ്പോൾ അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചു. സോ ശുശ്രൂഷകരുടെ കൈക്കീഴിൽ നടന്ന അത്ഭുതം. സോ ശുശ്രൂഷകരെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഡേ. അത്ഭുതകരമായ ദിവസമാണ്, അത്ഭുതകരമായ ശുശ്രൂഷയാണ്. അപ്പോൾ തന്നെ ആ കല്യാണ വീട്ടുകാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഈ അത്ഭുതം എന്ന് പറയുന്ന അവർക്കുണ്ടാകാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ദുഷ്പേര്, അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു നാണംകേട് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയ ഒരു അത്ഭുതമാണ് വീട്ടുകാരെ സംബന്ധിച്ച്. 3 വിരുന്നുവാഴിയെ സംബന്ധിച്ചും അത് കുടിച്ച ആ പുതിയ വീഞ്ഞ് കുടിച്ച ആൾക്കാരെ സംബന്ധിച്ചും അവർ പറഞ്ഞു ദിസ് ഇസ് ദ ബെസ്റ്റ്. പഴയത് വേസ്റ്റ് ആയി പോയി, ഇപ്പൊ ദിസ് ഇസ് ദ ബെസ്റ്റ്. സാധാരണ ആദ്യം ബെസ്റ്റ് കൊടുത്തിട്ട് പിന്നെയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഈ ബാൻക്കറ്റിൻ്റെ ഗവർണർ പറഞ്ഞു നിങ്ങൾ നേരെ തിരിച്ച് പഴയത് ഏറ്റവും നല്ലത് ഇത്രയും ദിവസം വെച്ചിട്ട് നിങ്ങൾ എത്ര നേരം വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴാണോ നല്ലത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സോ വിച്ച് ഇസ് an indication that the new wine will always be better than the previous wine. പുതിയ വീഞ്ഞ് അഥവാ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പുതിയ സീസൺ, ഇറ്റ് വിൽ ഓൾവേസ് ബി ബെറ്റർ ദാൻ ദ പ്രീവിയസ് സീസൺ. ദൈവരാജ്യത്തിൽ
ദൈവരാജ്യത്തിൽ യുവർ ബെസ്റ്റ് ഡേയ്സ് ആർ അഹെഡ്, നോട്ട് ബിഹൈൻഡ് യു. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ, നിങ്ങളുടെ ഏറ്റവും പുരോഗമിക്കുന്ന ദിവസങ്ങൾ, നിങ്ങളുടെ ഏറ്റവും ഉയർച്ചയുടെ ദിവസങ്ങൾ, ഇറ്റ് ഈസ് അഹെഡ് ഓഫ് യു, ഇറ്റ് ഈസ് നോട്ട് ബിഹൈൻഡ് ഓഫ് യു. ഡോണ്ട് ക്രിബ് അബൌട്ട് ദ മിൽക്ക് വിച്ച് ഹാസ് ബീൻ സ്പിൽഡ്. മുന്നേ പോയ, അല്ലെങ്കിൽ നഷ്ടമായി പോയ, അല്ലെ നടക്കാതെ പോയ ചില കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടണം. ദർ സംതിങ് എക്സൈറ്റിംഗ് വിച്ച് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മുന്നിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലോത്തിന്റെ ഭാര്യയെ പോലെ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. ഷീ ബിക്കേം എ പില്ലർ ഓഫ് സോൾട്ട്. യു ഹാവ് ടു ഓൾവേസ് ലുക്ക് ഫോർവേഡ്. അതാണ് പൗലോസ്ലിയ പറയുന്നത്, പിന്നിലുള്ളത് ഞാൻ മറന്ന് മുന്നിലുള്ളതിന് വേണ്ടി ഞാൻ ആയിക. സോ യുവർ ഗുഡ് ഡേയ്സ് ആർ അഹെഡ്. ഐ ഡോണ്ട് നോ, ഐ എം പ്രൊഫസൈങ് ടു സം പീപ്പിൾ. യു ആർ തിങ്കിങ് ദാറ്റ് യു ഹാഡ് സം ഗുഡ് ഡേയ്സ് ആൻഡ് ദേ ആർ ഓവർ. The Holy Spirit wants to tell you your good days are ahead. Don't crib over what you have lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലതിനെ ഓർത്ത് ഭാരപ്പെടാതെ, you have something which is ahead of you. മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി ചില നന്മകൾ പരിശുദ്ധാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. Start looking forward and not looking backward. And don't cry over the spilled milk. പരിശുദ്ധാത്മാവ് എന്നോട് വീണ്ടും വീണ്ടും പറയുന്നു, ചിലത് നഷ്ടമായിട്ടുണ്ട് ജീവിതത്തിൽ. Okay, we will come to the reasons, we will identify what the reason, but as of now don't crib over it. അതിനെ ഓർത്ത് ഭാരപ്പെടാതെ. സോ ഈ 4 പേരുടെ ജീവിതത്തിലും അവരെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ വെരി ബിഗ് മിറക്കിൾ. പക്ഷേ ഈ 4 പേരുടെ കാര്യത്തിലും ഈ മിറക്കിൾ നടന്നെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് it was a very big miracle, but again they will need a miracle to go forward in their life. ശുശ്രൂഷകരെ സംബന്ധിച്ച്, ലെറ്റ് മീ കം ടു ആദ്യത്തെ കാറ്റഗറി. ശുശ്രൂഷകരെ സംബന്ധിച്ച് അന്നത്തെ ശുശ്രൂഷ അടിപൊളിയാണ്. അത്ഭുതം നടന്നു, അടയാളം നടന്നു, ഭയങ്കര സൂപ്പറാണ്. ആ ശുശ്രൂഷയുടെ മഹത്വം അടുത്ത ഒരു 2 ആഴ്ചത്തേക്കിന് കാണും. പിന്നെ ശുശ്രൂഷ നടക്കുമ്പം പിന്നെ അത്ഭുതം നടന്നില്ലേ, ജനങ്ങൾ പറയും ബ്രദറിൻ്റെ കൃപ പോയെന്ന്. അപ്പോൾ ശുശ്രൂഷകരെ സംബന്ധിച്ച് ഈ അത്ഭുതത്തിൻ്റെ വാലിഡിറ്റി 1 ആഴ്ചത്തേക്കിനോ 2 ആഴ്ചത്തേക്കിനോ 3 ആഴ്ചത്തേക്കിനോ നിൽക്കും. അത് കഴിയുമ്പം പിന്നെയും എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ശുശ്രൂഷകരുടെ ഗതി അധോഗതി. വീട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണംകേട് മാറിയ ദിവസമാണ് അന്ന്. എങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് ഇനി ഒത്തിരി കാര്യമുണ്ട്. 2 പേര് കല്യാണം കഴിച്ചതേ ഉള്ളൂ. ഇനി അവർക്ക് കൊച്ചുങ്ങളുണ്ടാകണം, കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. ആ കൊച്ചുങ്ങൾ പിന്നെ എന്നാ പറയുന്ന വളർന്നു വരണം. അവർ നല്ല സ്ഥാനത്ത് എത്തണം. there is a ocean of need in front of them. ഈ മിറക്കിളിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി there for a week, 10 days, 1 month maximum. അത് കഴിയുമ്പോൾ again ജീവിതത്തിൽ പല കാര്യങ്ങളും ആവശ്യം വരും. they will still need one more miracle. 3, നല്ലതുപോലെ അന്ന് കഴിച്ച നമ്മുടെ അച്ചായന്മാർക്ക് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേ. അടിപൊളി വീഞ്ഞ്, എന്തൊരു സൂപ്പറായിരുന്നു. ഇതുപോലത്തെ വീഞ്ഞ് എവിടെയും കഴിച്ചിട്ടില്ല. പക്ഷേ ഒരു 24 മണിക്കൂർ കഴിയുമ്പം കെട്ടുപോയി കഴിയുമ്പം പിന്നെ അവർക്ക് they need something more. They are still in need of a miracle. 4, ശിഷ്യന്മാരെ സംബന്ധിച്ച് they witnessed the miracle. അവരെ സംബന്ധിച്ച് ആ അത്ഭുതം കണ്ടപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിച്ചു വന്നിരുന്നേനെ. പക്ഷേ വിശ്വാസം വർദ്ധിച്ചു വന്നെന്ന് പറഞ്ഞാലും again they are in need of a miracle. പിന്നെയും അവരുടെ വിശ്വാസം പതറുമ്പോൾ they need a miracle. പക്ഷേ ഈ എൻറ്റയർ ഈക്വേഷനിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഒരു സ്ഥലത്തേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരിക്കലും അത്ഭുതം വേണ്ടാത്ത ഒരു പർട്ടിക്കുലർ കോമ്പനന്റ് ഈ മിറക്കിളിനകത്തുണ്ടായി. ആ കോമ്പനൻ്റാണ് വെള്ളം. വെള്ളത്തെ ബാക്കിയുള്ളവരെല്ലാവരും അത്ഭുതം കണ്ടു, പക്ഷെ വെള്ളം അത്ഭുതമായി തീർന്നു. ബാക്കിയുള്ള എല്ലാവർക്കും ഈ അത്ഭുതം കിട്ടിയെങ്കിലും ഇനി ഒരു അത്ഭുതം കിട്ടണം അടുത്ത കാര്യം നടക്കണമെങ്കിൽ. പക്ഷെ വെള്ളത്തെ സംബന്ധിച്ച് ഒരിക്കലായി എന്നേക്കുമായി അതിൻ്റെ അവസ്ഥ മാറി. The water did not receive a miracle, the water became a miracle. പുതിയ സീസൺ എന്താണെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ സീസണിൽ നീ അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ സീസണിൽ നീ അത്ഭുതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ സീസണിൽ അപ്പൻ ആഗ്രഹിക്കുന്നത് നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കുവാനായിട്ടാണ്. വെള്ളത്തെ സംബന്ധിച്ച് വെള്ളത്തിന് പിന്നെ ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല. ശിഷ്യന്മാരെ സംബന്ധിച്ച്, മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷകരെ സംബന്ധിച്ച് ഒരത്ഭുതവും കൂടെ നടന്നാലേ ഇനി ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. വീട്ടുകാരെ സംബന്ധിച്ച് ഇനി 1000 കാര്യങ്ങളുണ്ട് മുന്നോട്ട് നടക്കാനായിട്ട്. ഇനി അത്ഭുതങ്ങൾ നടന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നല്ലതുപോലെ വീഞ്ഞു കുടിച്ച് മത്തരായവർക്കും
24 മണിക്കൂർ കഴിയുമ്പം പിന്നെ അത്ഭുതങ്ങളുടെ ആവശ്യമുണ്ട്. വിശ്വാസം വർദ്ധിച്ച ശിഷ്യന്മാർക്ക് നാളെ വിശ്വാസത്തിൻ്റെ ഫ്യൂസ് പോയാൽ ഒരത്ഭുതവും കൂടെ കണ്ടാലേ വിശ്വാസം വരത്തുള്ളൂ. എന്നാൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വെള്ളത്തിന് ഇനി ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യം വേണ്ടാത്ത രീതിയിൽ അതിനെ ഒരിക്കലായി എന്നേക്കുമായി Jesus moved it from one position to another position which is permanent. ഒരിക്കലായി എന്നേക്കുമായി അതിൻ്റെ സ്ഥാനം മാറ്റി യേശു. അതാണ് പുതിയ സീസൺ. നീ ഒരു അത്ഭുതത്തിൻ്റെ ഭാഗമാകുകയല്ല, നീ ഒരു അത്ഭുതം കാണുകയല്ല, നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കുന്നതാണ് യേശുവിൻ്റെ ആഗ്രഹം. ഈ പുതിയ സീസണിൽ ചിലരെ പരിശുദ്ധാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുക. He doesn't want you to be a part of the miracle. He doesn't want you to witness a miracle. He doesn't want you to be a part and parcel of something that is happening. But he wants you to become a miracle. Because വെള്ളത്തെ സംബന്ധിച്ച് ഇനി അതിന് ഒരിക്കലും ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല. Once for all അതിൻ്റെ ഗതി മാറി, അതിൻ്റെ സ്ഥാനം മാറി, അതിൻ്റെ വില മാറി, അതിൻ്റെ വഴി മാറി. It has reached something supernatural. And പുതിയ season, let me prophetically tell, പുതിയ season, the Holy Spirit is looking for some people. He is looking for some people who can be made a miracle. അത്ഭുതമാക്കി തീർക്കാൻ സാധിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് തപ്പിക്കൊണ്ടിരിക്കുക. And if you are one among them, I will be the most happiest person. If you are one among them, I will be the most joyful person. Because പരിശുദ്ധാത്മാവ് തപ്പുക. He doesn't want you to witness a miracle. He wants you to become a miracle. So let me go quickly forward. അപ്പം യേശുവിൻ്റെ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു ഒരിക്കലും പ്രസംഗിച്ചില്ല ഹൗ ടു റിസീവ് എ മിറക്കിൾ. നിങ്ങൾ യേശുവിൻ്റെ ഏത് പ്രസംഗങ്ങളും നോക്കിക്കോ, ഹി നെവർ പ്രീച്ച്ഡ് ഹൗ ടു റിസീവ് എ ഹീലിംഗ്, ബട്ട് ഹി ഹീൽഡ് പീപ്പിൾ. He never preached a message on how to receive a miracle. Because miracle is always something where a man cannot do anything and God has to intervene. ദൈവത്തിന് മാത്രം ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന കൊളമായ അവസ്ഥയാണ് മിറക്കിൾ അത്യാവശ്യം പകർന്നത്. പക്ഷേ യേശു പ്രസംഗിച്ച എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടാൽ എങ്ങനെ അത്ഭുതം പ്രാപിക്കാമെന്നല്ല യേശു പ്രസംഗിച്ചത്, നീ എങ്ങനെ ഒരു അത്ഭുതമായി തീരാമെന്ന യേശു പ്രസംഗിച്ചത്, നീ എങ്ങനെ ഒരു അനുഗ്രഹമായി തീരുമെന്നാണ് യേശു പ്രസംഗിച്ചത്, നിങ്ങളും ഞാനും എങ്ങനെ ഒരു അനുഗ്രഹമാകാൻ സാധിക്കും എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ പ്രസംഗം. ബിക്കോസ് ബൈ ഡിസൈൻ ദൈവരാജ്യത്തെ സംബന്ധിച്ച് അത്ഭുതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ വിസിറ്റിംഗ് വിസ. അനുഗ്രഹമാണ് സിറ്റിസൺഷിപ്പ്. ദൈവരാജ്യത്തിലെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. You live in a state where you no more need a miracle. കാക്ക ഏലിയാവിന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്തത് was a season of miracle. എല്ലാ ദിവസവും കാക്ക വരണം. രാത്രി ഉറങ്ങുമ്പോൾ ഒരു ചെറിയ ആശങ്കയുണ്ട്, കാക്ക വന്നില്ലല്ലോ എന്നൊരു ആശങ്കയുണ്ട്. എന്നാൽ എല്ലാ ദിവസവും കിടന്ന് ഉറങ്ങുമ്പോൾ ഉള്ള ആശങ്ക അടുത്ത ദിവസം രാവിലെ തീരത്തുള്ളൂ. കാക്ക വന്നു കഴിയുമ്പോൾ സ്തോത്രം, ദൈവമേ നന്ദി, കാക്ക വന്നു. അടുത്ത ദിവസം കഴിച്ചതിന് ശേഷം പിന്നെയും രാത്രി കിടക്കുമ്പോൾ ആശങ്കയുണ്ട്, അടുത്ത ദിവസം രാവിലെ കാക്ക വരുന്ന അത്ഭുതം നടന്നില്ലെങ്കിൽ. പക്ഷെ അവിടുന്ന് ദൈവം വേറൊരു സ്റ്റേറ്റിലോട്ട് മാറ്റി. സറഫത്തിലെ വിധവയുടെ അടുക്ക ചെന്നപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റിലോട്ട് മാറ്റി ഏലിയാവിനെയും ആ വീട്ടുകാരെയും. അവിടെ കലത്തിലെ മാവ് കുറയത്തില്ല, കലശത്തിലെ എണ്ണ കുറയത്തില്ല. എന്ന് വെച്ചാൽ മാവ് എടുത്തു കഴിഞ്ഞാൽ എത്ര മാവ് എടുക്കുന്നോ അത്രയും മാവ് തിരിച്ച് കയറി വരും. എണ്ണ എടുത്താൽ തിരിച്ച് അത്ര എണ്ണ കയറി വരും. രാത്രി കിടന്ന് ഈ ഏലിയാവിന് 12 മണിക്ക് വിശന്നിട്ട് രാത്രി എഴുന്നേറ്റ് 2 അപ്പം കൂടെ കഴിക്കാൻ തോന്നി എടുത്താലും അതും കയറി വരും. ഈ 2 അപ്പം രാത്രി കഴിച്ചിട്ട് പാതിരാക്കി കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഏലിയാവിന് സുഖമായിട്ട് കിടന്നുറങ്ങാം, വീട്ടുകാർക്കും സുഖമായിട്ട് കിടന്നുറങ്ങാം. ബിക്കോസ് രാവിലെ കാക്ക വരേണ്ട ആവശ്യമില്ല. പാത്രത്തിൽ ആവശ്യത്തിന് മാവുണ്ട്, ആവശ്യത്തിന് എണ്ണയുണ്ട്. That is a different state. And that is the new season. പുതിയ സീസൺ എന്ന് പറയുന്നത് it is a state where you don't need a miracle. You are in blessing. Blessing എന്ന് പറഞ്ഞാൽ you no more need a miracle to live. You are always surplus. You have more than enough in every area of your life. And don't think I am talking only finances. Finances is just one area. ഒരു area of finance. Every area of your life. I know my time is short, so I am running fast. ഓക്കെ, സോ ഈ അത്ഭുതം നടന്നപ്പോൾ ഈ
ഈ 4 കൂട്ടരുടെ കാര്യത്തിലും there was something about their character which made them receive the miracle. അവരുടെ ഗുണത്തിൽ, അവരുടെ ക്യാരക്ടറിൽ, അവരുടെ സ്വഭാവത്തിൽ എന്തോ ഒരു നന്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ അത്ഭുതം കിട്ടിയത്. ശുശ്രൂഷകരെ നോക്കിയേ, അവര് യേശു പറഞ്ഞത് അനുസരിച്ചു. അവരുടെ അനുസരണമാണ്. യേശു വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. കോരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അവരുടെ അനുസരണമാണ് അവരെ അത്ഭുതം അവരുടെ കയ്യിൽ കൂടെ നടക്കാൻ കാരണമായി തീർന്നത്. സോ അനുസരണം എന്ന സ്വഭാവം അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ അവരുടെ കൈകളിൽ കൂടെ നടത്തി. 2, ആ വീട്ടുകാർ യേശുവിനെ ക്ഷണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആണ് അവർക്കന്ന് അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടന്നത്. 3, ആ വീട്ടിൽ വന്ന ആൾക്കാർ അവരറിഞ്ഞോ അറിയാതെയോ യേശുവിനെ ക്ഷണിച്ച ഒരു സ്ഥലത്തേക്കാണ് വന്നത്. യേശു ഉള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നത്. അന്നൊരു പക്ഷേ ആ കല്യാണ വീട്ടിൽ അവർ ഇൻവൈറ്റ് ചെയ്ത ചിലർ അന്ന് ആ വീട്ടിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ കല്യാണ വീട്ടിൽ വരാതെ ഇരുന്നിരുന്നാൽ അവർ പുതിയ വീഞ്ഞ് കുടിച്ചിട്ടില്ല. പക്ഷേ ആരെല്ലാം ആ ക്ഷണം സ്വീകരിച്ചു വന്നോ, യേശുവിനെ ക്ഷണിച്ച സ്ഥലത്തോട്ട് അവർ വന്നേ, അറിഞ്ഞാതെയാ വന്നേ. പക്ഷേ ആ വരവ്, അവരെടുത്ത സമയം, അവരെടുത്ത എഫേർട്ട്, ആ വന്നതുകൊണ്ട് അവർക്ക് പുതിയ വീഞ്ഞ് കുടിക്കാൻ പറ്റും. 4, ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ വന്നു. അവരുടെ ജീവിതത്തിലും അവർക്ക് യേശുവിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിച്ചു. ഈ കൂടെ നടക്കുന്ന ഗുരു ആരാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അന്നൊരു പക്ഷേ സിക്ക് ലീവ് ഇട്ട്, ഇല്ല ഇന്ന് ശുശ്രൂഷയ്ക്ക് ഞാൻ ഇല്ല എന്ന് പത്രോസ് പറഞ്ഞിരുന്നെങ്കിൽ, അല്ല യോഹന്നാൻ പറഞ്ഞിരുന്നെങ്കിൽ, ദേ മേ നോട്ട് ഹാവ് സീൻ. സോ ഈ 4 കൂട്ടരുടെയും കാര്യത്തിൽ അവരുടെ സ്വഭാവത്തിൽ എന്തോ ഒരു പർട്ടിക്കുലർ തിങ് ട്രിഗർ ചെയ്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ സാധിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇതുവരെ കണ്ട അത്ഭുതങ്ങൾ, there is something about you which is the reason why you have seen those miracles. അപ്പോൾ തന്നെ പുതിയ സീസണിൽ ഞാനൊരു അത്ഭുതമായി തീരും, നിങ്ങളൊരു അത്ഭുതമായി തീരുമെന്ന് പറയുമ്പോൾ അതിനകത്തെ ഈക്വേഷനിൽ വെള്ളം മാത്രമേ ഇറ്റ് ബിക്കേം എ മിറക്കിൾ, ഇറ്റ് ഡിഡ് നോട്ട് സീ എ മിറക്കിൾ, അതിനൊരു അത്ഭുതം പ്രാപിച്ചതല്ല, ഇറ്റ് ബിക്കേം എ മിറക്കിൾ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ I want to tell just 3 things why the water became a miracle. ബാക്കി 4 പേരുടെ കാര്യത്തിലും ഓരോ സ്വഭാവങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ സ്വഭാവം, ശുശ്രൂഷകരുടെ അനുസരണം, വീട്ടുകാരുടെ ക്ഷണം, ജനങ്ങളെ സംബന്ധിച്ച് ക്ഷണം സ്വീകരിച്ച് വന്നത്, ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശു വിളിച്ചപ്പോൾ കൂടെ പോയത്, അതുകൊണ്ട് അവർ അത്ഭുതം കണ്ടു. There was something about their life, there was something they did, there was something they responded based on which they saw a miracle. അവരുടെ ജീവിതത്തിൽ അവരെന്തോ ഒരു കാര്യം ചെയ്തു, അത് ട്രിഗർ ചെയ്തു അത്ഭുതത്തെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തോ ചിലതുണ്ട്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ആ സ്വഭാവം, സോ ഇഫ് വാട്ടർ ക്യാൻ ബിക്കം എ മിറക്കിൾ, ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മളൊരു അത്ഭുതമായി തീരും. You will be in a state where you no more need a miracle. Number 1, water never resist. വെള്ളം ഒരിക്കലും റെസിസ്റ്റ് ചെയ്യത്തില്ല. ആരുടെ കയ്യിലാണോ അത് ഇരിക്കുന്നത്, അത് ഏത് വശത്തോട്ട് ഒഴിച്ചാലും അത് ഫ്ലോ ആകും. ഒരിക്കലും വെള്ളം അത് ഉപയോഗിക്കുന്ന ആളെ റെസിസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളും ഞാനും ഉപയോഗിക്കുന്നവൻ്റെ കരങ്ങളിൽ റെസിസ്റ്റ് ചെയ്യാതെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇഫ് യു ക്യാൻ ഫ്ലോ with the person in whose hands your life is, നിന്റെ ജീവിതം ആരുടെ കയ്യിലാണോ അവൻ അയക്കുന്ന വഴിയെ നീ പോകാൻ തയ്യാറാണെങ്കിൽ, വെള്ളം പോകുന്നത് പോലെ റെസിസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, you are going to become a miracle, my brother. And let me read a verse, സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ്. യോഹന്നാൻ 7:38 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീരുറവകൾ പോകും. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ഹിം. സോ വെള്ളത്തിന് നമുക്ക് ഒരു ബന്ധമുണ്ട്. There is a spiritual connection also between water and us. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീരുറവകൾ ഏത് വശത്തോട്ട് ഒഴുകണമെന്നറിയാവോ? അപ്പൻ ആഗ്രഹിക്കുന്ന വശത്തോട്ട്. ഈ വാക്യം വളരെ സിഗ്നിഫിക്കൻ്റ്. സദൃശ്യവാക്യങ്ങൾ 21:1 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു,
തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. രാജാവിന്റെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യിൽ രാജാവിന്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? നീർത്തോടുകൾ പോലെ ഇരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഹി ടേൺസ് ഇറ്റ് വിതർസോ എവർ ഹി വാണ്ട്സ്. അപ്പൊ അതിനെ തന്നെ ഞാൻ വേറൊരു രീതിയിൽ പറയാം. നിന്റെ ഹൃദയത്തെ ദൈവത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിച്ചു വിടാൻ സാധിക്കുന്ന ഒരു ഹൃദയം, ഒരു ലോല ഹൃദയം നിനക്കുണ്ടെങ്കിൽ നീ രാജാവായിരിക്കും. ആ വാക്യത്തെ തന്നെ ഞാൻ തിരിച്ചു പറയാം. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോടുകൾ പോലെയാണ്. അതിനെ അവൻ ഇഷ്ടമുള്ള വഴിയെ തിരിച്ചു വിടും. ഞാൻ അതിനെ നേരെ തിരിച്ച് മനസ്സിലാക്കാൻ പറയുക, എനിക്കും നിങ്ങൾക്കും ഒരു ലോല ഹൃദയം, എ സോഫ്റ്റ് ഹാർട്ട്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണപ്പാന്ന് പാട്ട് പാടാനല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുമെങ്കിൽ യു വിൽ ബി എ കിങ്. നീ ഒരു രാജാവായിരിക്കും. എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, മോനെ അത് ശരിയല്ല, ഇതാ ശരിയെന്ന് പറഞ്ഞാൽ ആ വഴിയെ കൂടെ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ സംസാരവും എൻ്റെ പ്രവൃത്തിയും മാറാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ അതുപോലെ ലീഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, you will become a miracle. And that is the secret of becoming a miracle. Let me put a question before you. When is the last time you wanted to do something and the Holy Spirit told you don't do it and you obeyed it? എപ്പോഴാണ് അവസാനത്തെ പ്രാവശ്യം നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി, പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് ചെയ്യരുത്, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു? നിങ്ങൾക്കൊരു കാര്യം ചെയ്യണ്ടെന്ന് തോന്നി, പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് ചെയ്, നിങ്ങളുടെ ഹൃദയം മാറ്റി നിങ്ങളത് ചെയ്തു. വെൻ വാസ് ദ ലാസ്റ്റ്? ആരും കയ്യും പോക്കണ്ട, പറയുകയും വേണ്ട, സ്വന്തമേ ചോദിച്ചാൽ മതി. നമ്മുടെ പലപ്പോഴും ഉള്ള പ്രശ്നം ഞാൻ പറയുന്നതൊന്നും ദൈവം കേൾക്കുന്നില്ലെന്ന്. പക്ഷെ പുതിയ സീസൺ ആരുടെയാന്ന് പറയാം? ദൈവം പറയുന്ന വഴിയെ ഹൃദയം മാറാൻ തയ്യാറായ വ്യക്തികൾക്കായിരിക്കും പുതിയ സീസൺ. അത് പറയുമ്പോൾ എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന്. എനിക്ക് കാനഡയ്ക്ക് പോകണമെന്ന് പറയുമ്പം ദൈവം ഉഗാണ്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഉഗാണ്ടയ്ക്ക് പോകാനുള്ള മനസ്സുള്ളവൻ. അതാണ് വെള്ളത്തിൻ്റെ ക്യാരക്ടർ. ഇറ്റ് ഡസൻറ്റ് റെസിസ്റ്റ്, ഇറ്റ് ഫ്ലോസ് വേറെവർ ദ സെൻഡർ ഇസ് സെൻഡിങ് ഇറ്റ്. എവിടോട്ടാണോ അയക്കുന്നത് അവിടോട്ട് പോകാനുള്ള തയ്യാറ്. രണ്ടാമത്തെ കാര്യം, വെള്ളം ഏത് തരം ശുശ്രൂഷയും ചെയ്യാൻ തയ്യാറാണ്. വെള്ളം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്, ആരാണോ അതിനെ ഉപയോഗിക്കുന്നത്, ആ വെള്ളത്തെ ഏത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചാലും ആ വെള്ളം റെഡിയാണ്. വെള്ളത്തെ കുടിക്കാൻ ഉപയോഗിക്കാം, അതേ വെള്ളം ബാത്റൂം കഴുകാനും ഉപയോഗിക്കാം, അതേ വെള്ളം ഒരു വ്രണം കഴുകാനും ഉപയോഗിക്കാം, അതേ വെള്ളം കാല് കഴുകാനും ഉപയോഗിക്കാം. വെള്ളം ഒരിക്കലും തിരിച്ച് ചോദിക്കാറില്ല എന്നെ ഉപയോഗിക്കുന്നത് അങ്ങനെയെന്ന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഞാൻ വന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. രണ്ടാമത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയാണ്, ആരാണോ തന്നെ ക്യാരി ചെയ്യുന്നത്, ആരുടെ കയ്യിലാണോ താൻ ഇരിക്കുന്നത്, അവരാഗ്രഹിക്കുന്ന ശുശ്രൂഷ ഏത് സ്ഥലത്ത് ഉപയോഗിച്ചാലും ഏത് സ്ഥലത്ത് പ്രയോജനപ്പെടുത്തിയാലും അതിനൊന്നും മറുപടി പറയാതെ അതിനെ അംഗീകരിക്കുന്ന ഒരു മനോഭാവം. വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 6:38 വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം മറക്കരുത്, യേശുവിനും തൻ്റെ ഇഷ്ടം ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായിട്ടാണ് ഇറങ്ങി വന്നത്. യേശുവിനും കാനഡയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, വിസ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം പറഞ്ഞു ഉഗാണ്ടായി പോയി കിടക്കാം. കിടന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെ, വന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെ.
അതുകൊണ്ട് അവസാനം ഗെത്സമനയിൽ പ്രാർത്ഥിച്ച് ഈ പാനപാത്രം എങ്ങനെയെങ്കിലും എൻ്റെ അടുക്കൽ നിന്ന് നീങ്ങിപ്പോകുമെങ്കിൽ പിതാവേ ഇത് നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. വെള്ളം ഏത് ശുശ്രൂഷയും ചെയ്യാൻ, ഏത് രീതിയിലും ഉപയോഗിക്കപ്പെടാൻ വെള്ളം തയ്യാറാണ്. എനിക്കറിയാം, ഞാൻ വെള്ളം ഒരു അത്ഭുതമാകുന്നത് പോലെ നിങ്ങളും ഒരു അത്ഭുതമാകുമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്തിയിരുന്നേ. നിങ്ങളെല്ലാവരും റിസീവ് ആമീനും പറഞ്ഞ് നമ്മളെല്ലാം അടിച്ചു പൊളിച്ച് മീറ്റിംഗ് നിർത്തിയിരുന്നേനെ. ഈ വശത്തോട്ട് വരാതെ ഇരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഈ വശം ഞാൻ പ്രസംഗിക്കാതെ ആ വശം മാത്രം പ്രസംഗിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും അനുഭവം ഉണ്ടാകത്തില്ല. വെള്ളം എന്തുകൊണ്ട് അത്ഭുതമാകുന്നതെന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം എനിക്ക് അത്ഭുതമാകാൻ പറ്റത്തില്ല. സോ വെള്ളം ഏത് ശുശ്രൂഷ ചെയ്യാനും തയ്യാറാണ്. മൂന്നാമത്തെ കാര്യം, വെള്ളം അതിൻ്റെ ഫോം, അതിൻ്റെ റെപ്യൂട്ടേഷൻ, അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു ടാങ് പൗഡർ എടുത്ത് വെള്ളത്തിൽ കലക്കി നോക്കി, വെള്ളം അതിൻ്റെ നിറം വിട്ടുകൊടുക്കും, വെള്ളം അതിൻ്റെ ഫോം വിട്ടുകൊടുക്കും. നിങ്ങളത് നിങ്ങളുടെ ഗസ്റ്റിന് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടാങ് കലക്കിയ വെള്ളമെന്ന് പറയത്തില്ല, ടാങ്ങാന്നേ പറയത്തുള്ളൂ. അതിന് പേരും കിട്ടത്തില്ല. വെള്ളം ഏത് കാര്യത്തിൻ്റെ കൂടെ ചേർന്നാൽ മറ്റുള്ളവർക്ക് ഫോം കൊടുത്ത്, മറ്റുള്ളവർക്ക് റെപ്യൂട്ടേഷൻ കൊടുത്ത അതിൻ്റെ റെപ്യൂട്ടേഷൻ വിടാൻ അത് തയ്യാറാണ്, അതിൻ്റെ സ്ഥാനം അത് വിടാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യേശുവിനെ കുറിച്ച് ഫിലിപ്പിയർ 2:4-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവവചനം പറയാ, ഈ മനോഭാവം നമ്മളിലും ഉണ്ടാകട്ടെ. ഏതാ? വെള്ളത്തെ പോലെ യേശുവും തൻ്റെ ഫോം വിട്ടുകൊടുത്തു, തൻ്റെ സ്ഥാനം വിട്ടുകൊടുത്തു, തൻ്റെ മാന്യത വിട്ടുകൊടുത്തു. പക്ഷെ മാന്യത വിട്ടുകൊടുത്തുകൊണ്ട് മാന്യത പോയില്ല. ഒരിക്കലും കിട്ടാൻ സാധിക്കാത്ത ഏറ്റവും വലിയ മാന്യതയിലേക്ക് ദൈവം ഉയർത്തി. വെള്ളം അതിൻ്റെ ഫോം വിട്ടുകൊടുത്തപ്പോൾ, വെള്ളം അത് വീഞ്ഞാകാൻ വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ വില കുറഞ്ഞില്ല, അതിൻ്റെ വില കൂടി. ആ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഫിലിപ്പിയർ 2:4-8 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പൊ ക്രിസ്തുയേശുവിൽ പറയാൻ പോകുന്ന ഈ ഭാവം നമ്മുടെ ഉള്ളിൽ, ഞാൻ പറഞ്ഞ പോലെ വെള്ളം എങ്ങനെ വിട്ടുകൊടുക്കുന്നു, അതിൻ്റെ സ്ഥാനം, അതിൻ്റെ മാന്യത, അതിൻ്റെ ഫോം, അതിൻ്റെ റെപ്യൂട്ടേഷൻ, അതിൻ്റെ പേര്, അതെങ്ങനെ വിട്ടുകൊടുക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. യേശു അത് ചെയ്തു. അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മളൊരു അത്ഭുതമായി തീരുന്നത്. വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ രൂപം മാറി. മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അപ്പൊ തന്റെ പേര് താൻ വിട്ടുകൊടുത്തു. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതാണ് വെള്ളം ചെയ്തത്. വെള്ളം അതിൻ്റെ സ്ഥാനവും അതിൻ്റെ മാനവും വിട്ടുകൊടുത്ത് മറ്റുള്ളവർക്ക് ഫോം കൊടുക്കുക. യേശു ക്രൂശിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ എന്നെ കാണാൻ കൊള്ളാവുന്നവരാക്കി തീർക്കാനായിട്ട്. വചനം പറയാ, അതേ ഭാവം, ഈ ഭാവം, ഏത് ഭാവം? തൻ്റെ സ്വന്തം റെപ്യൂട്ടേഷൻ, തൻ്റെ സ്വന്തം സ്ഥാനം വിട്ടുകൊടുക്കാൻ. ഇന്ന് നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്ഥാനം കിട്ടാനാ, നമുക്ക് റെപ്യൂട്ടേഷൻ കിട്ടാനാ. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ, നീ ഒരു അത്ഭുതമായി തീരും. ഈ 3 സ്വഭാവങ്ങൾ വെള്ളത്തിനുണ്ടായിരുന്നു. വെള്ളം ഒരു അത്ഭുതമായപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? ഞാനത് പെട്ടെന്ന് പറയാം. വെള്ളത്തിന് സംഭവിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ വില ഇൻസ്റ്റൻ്റായിട്ട് ഉയർന്നു. അതുവരെ 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപയാണെങ്കിൽ ഇന്നത് വീഞ്ഞായതുകൊണ്ട്, അതും ഏറ്റവും നല്ല വീഞ്ഞായതുകൊണ്ട്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അതിൻ്റെ വില എത്രമാത്രം ഉയർന്നെന്ന്. 2, അതിൻ്റെ സ്ഥലവും അതിൻ്റെ സ്ഥാനവും മാറി. അതിൻ്റെ സ്ഥലവും അതിൻ്റെ സ്ഥാനവും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ വെളിയിൽ ഇരുന്ന വെള്ളം, ആ ഭരണികളിൽ ഇരിക്കുന്ന വെള്ളം, ആ കൽഭരണികളിൽ ഇരുന്ന വെള്ളം ഇന്ന് വീഞ്ഞായപ്പോൾ അത് ഒരിക്കലും വീട്ടിൻ്റെ വെളിയിൽ ഇരിക്കത്തില്ല. ഏറ്റവും പ്രഷ്യസ് ആയത്, വീട്ടിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത്, അടുക്കളയിലെ ഏറ്റവും നല്ല സ്ഥാനത്ത്, ഉയർന്ന സ്ഥാനത്ത് അതിനെ കൊണ്ടേ ഇരുത്തി. അതിൻ്റെ സ്ഥലവും അതിൻ്റെ മാന്യതയും മാറി.
നമ്മൾ സ്വന്തമേ സ്ഥലവും മാന്യതയും പിടിക്കാൻ നോക്കിയാൽ കിട്ടത്തില്ല. പക്ഷെ സ്ഥലവും മാന്യതയും ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവനോട് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് സ്വപ്നത്തിൽ ചിന്തിച്ചാൽ എത്താൻ പറ്റാത്ത സ്ഥലത്തേക്കും മാന്യതയിലേക്കും നിന്നെ അപ്പൻ ഉയർത്താൻ സാധിക്കും. 3, വെള്ളത്തെ സംബന്ധിച്ച് ഇറ്റ് വിൽ റിമൈൻ എ മിറക്കിൾ ഫോർ എവർ. ഇനി എന്നേക്കും ആ വെള്ളം വീഞ്ഞ, അതിനെ ഇനി ആർക്കും വെള്ളമെന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ യേശുവിന് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, യുവർ ഫേസ് വിൽ നെവർ ബി പുട്ട് ടു ഷെയിം. യു വിൽ ബിക്കം എ മിറക്കിൾ. And once you become a miracle, you will never regret ever in your life for everything that you have done for Jesus. യേശുവിന് വേണ്ടി ചെയ്യാൻ പറ്റിയത് ഭാഗ്യമാണെന്ന് ചിന്തിക്കുന്നു. You will become a miracle forever. വെള്ളം വീഞ്ഞായപ്പോൾ ഇറ്റ് ഈസ് ഇനി ആർക്കും അവനെ വെള്ളമേ എന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന്. വെള്ളത്തിന്റെ സ്ഥാനം അത് വിട്ടുകൊടുത്തു. പക്ഷെ ഇപ്പൊ ആർക്കും അവനെ പഴയ പേര് വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിന് വേണ്ടി ചിലത് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ സ്ഥാനവും മാനവും എല്ലാം അപ്പം മാറ്റും. യേശുവിൻ്റെ കയ്യിൽ അതുപോലെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, രാജാവിൻ്റെ ഹൃദയം എങ്ങനെ അവൻ്റെ കയ്യിൽ നീർത്തോടുകൾ പോലെ, വേർസോ എവർ ഹി വാണ്ട്സ് ഇറ്റ് ഹി ടേൺസ് ഇറ്റ്. നമ്മുടെ ഹൃദയം യേശുവിൻ്റെ കയ്യിൽ ലോലമായ ഒരു ഹൃദയമായി. അപ്പൻ എങ്ങോട്ടാണോ തിരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് തിരിക്കാൻ തയ്യാറാ. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അപ്പ, ഇത് വേണമെന്ന് പറഞ്ഞാൽ വേണോ അപ്പ എന്ന് പോകാനുള്ള ഹൃദയമുള്ളവൻ. നമ്മുടെ ഹൃദയം അപ്പൻ്റെ കയ്യിൽ അതുപോലെ വെള്ളം തിരിക്കാൻ പറ്റുന്നത് പോലെ തിരിക്കാനുള്ള ഒരു ഹൃദയമാണെങ്കിൽ ഞാൻ പറയാം, യു വിൽ ബിക്കം എ മിറക്കിൾ ഫോർ എവർ, സോ മച്ച് സോ ദാറ്റ് യു ഡോണ്ട് നീഡ് എ മിറക്കിൾ എനിമോർ. നിന്റെ സ്ഥാനം മാറും. ആൻഡ് മാത്രമല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു റീറ്റെയിൻ ഇറ്റ്സ് വാല്യൂ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഗോയിങ് ടു ഇൻക്രീസ്. നിങ്ങൾക്കറിയാം, വീഞ്ഞിൻ്റെ വാല്യൂ ഓരോ ദിവസം കൂടുന്തോറും കൂടി പോകും. ഈ വെള്ളം വീഞ്ഞായത് അതിനി ഇരിക്കും തോറും അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. വീഞ്ഞ് ചുമ്മാ ഇരുന്നാൽ തന്നെ അതിൻ്റെ ദിവസങ്ങൾ പോകുന്തോറും കാലങ്ങൾ പോകുന്തോറും അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പുതിയ സീസണിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുന്ന ദിവസങ്ങൾ മാറി നമ്മളൊരു അത്ഭുതം ആകുന്ന ഒരു സീസൺ, നമ്മളൊരു അത്ഭുതമായി തീരുന്ന സീസൺ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ മാനം എല്ലാം മാറും. നിങ്ങളുടെ പേര് മാറും, നിങ്ങളുടെ ഗതി മാറും. നിങ്ങൾക്ക് പിന്നെ ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യം കാണത്തില്ല. പിന്നെ ഓരോ ദിവസം കൂടുന്തോറും വീഞ്ഞിൻ്റെ ഓരോ ദിവസം വീര്യം കൂടുന്നെന്ന് പറയുന്ന പോലെ നിന്റെ വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. നീ ഒന്നും ചെയ്തില്ലേലും, വീഞ്ഞൊന്നും ചെയ്യണ്ട, അതാ കന്നാസിനകത്ത് ഇരുന്നാൽ മതി, അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നത് പോലെ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കിയാൽ നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ ദിവസവും നിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. നിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിക്കൊണ്ടേയിരിക്കും, നിന്റെ ഒരു പ്രവൃത്തിയും ഇല്ലാതെ. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക, ഈസ് കോളിംഗ് സം പീപ്പിൾ. ഹി വാണ്ട്സ് ടു ഡിസ്പ്ലേ ഹിസ് ഗ്ലോറി ഇൻ യുവർ ലൈഫ്. അവൻ്റെ മഹത്വം എന്താണ്? അവൻ്റെ കയ്യിൽ വെള്ളം പോലെ ഒഴുകാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ അവൻ എന്താക്കി തീർക്കുമെന്ന് ഇന്ന് രാത്രി നിന്നോട് അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അപ്പാ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഐ വിൽ ബി സോ ഹാപ്പി അബൌട്ട് ടുഡേയ്സ് മിനിസ്ട്രി. യു വിൽ ബിക്കം എ മിറക്കിൾ. യു വിൽ നോ മോർ നീഡ് എ മിറക്കിൾ. നിന്റെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം മാറും. വെള്ളം വീഞ്ഞായതിന് ശേഷം വീഞ്ഞിന് പിന്നെ പ്രാർത്ഥനാ വിഷയമല്ല, വീഞ്ഞ് എവറി ഡേ അടിച്ചു പൊളിച്ച് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രദ്ധിച്ചിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നെൻ്റെ ഈ വചനം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരും ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ട കാലം മാറി, ഞങ്ങളുടെ കൈകളാൽ അത്ഭുതങ്ങൾ നടന്ന കാലം മാറി, ഞങ്ങളൊരു അത്ഭുതമായി മാറുന്ന സീസൺ തുടങ്ങിയിരിക്കുകയാണല്ലോ. യേശുവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഞാൻ വിതച്ച വചനം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നല്ല നിലത്തത് വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അത് 100 മേനി പ്രതിഫലം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. ഈ പുതിയ സീസണിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും
ഒരു അത്ഭുതമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ കാണുമ്പോൾ മറ്റുള്ളവർ ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ ഏത് ആവശ്യങ്ങൾ ഇന്നുണ്ടെങ്കിലും അതിൻ്റെ മേളിൽ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങനെ സൗഖ്യമാക്കണം, ബന്ധനസ്ഥരെ അങ്ങനെ വിടുവിക്കണം. ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ ഇന്ന് രാത്രി ഒരു വഴി തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഖമായി കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. മഹത്വം അങ്ങേ കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.